നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 20,000-ഓടടുത്തു. 19,577 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ആദ്യമായാണ് ഇത്രയുമധികം രോഗികൾ ഒരു ദിവസം ഉണ്ടാകുന്നത്. ജില്ലയിലും രോഗികളുടെ എണ്ണം 2,000-ഓടടുത്തു. 1,945 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. രോഗമുക്തരുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരുന്നു. 159 പേരാണ് രോഗമുക്തരായത്. തിരൂർ മേഖലയിൽ കോവിഡ് വ്യാപനം ശക്തമാകുന്നതിനാൽ രാത്രികാല കർഫ്യൂവും പകൽ സമയ പരിശോധനയും കർശനമായി നടപ്പാക്കുമെന്ന് തിരൂർ ഡിവൈഎസ്പി സുരേഷ് ബാബു. രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ താനൂരിൽ കർശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയതായി താനൂർ ഡിവൈഎസ്പി MY ഷാജി. നിയന്ത്രണം വിട്ട മിനി ലോറി കണ്ടെയ്നർ ലോറി ഇടിച്ചു. ഡ്രൈവർക്ക് പരിക്കേറ്റു. മൈസൂരിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ മരണപ്പെട്ടു. നഗരഹൃദയത്തിൽ പൂന്തോട്ടമൊരുക്കി തിരൂരിലെ ഒരു കൂട്ടം ഓട്ടോ ഡ്രൈവർമാർ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 20,000-ഓടടുത്തു. 19,577 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ആദ്യമായാണ് ഇത്രയുമധികം രോഗികൾ ഒരു ദിവസം ഉണ്ടാകുന്നത്. 24 മണിക്കൂറിനിടെ 1,12,221 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.45% ഉയർന്നു. 28 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 4,978 3,880 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാവുകയാണ്. പ്രതിദിന രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. 19,577 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളം ജില്ലയിലെ രോഗികളുടെ എണ്ണം 3,000 കടന്നു. കോഴിക്കോട് 2,000-ന് മുകളിലാണ് രോഗികളുടെ എണ്ണം. എറണാകുളത്ത് 3,212 പേർക്കും കോഴിക്കോട്ട് 2,341 പേർക്കും രോഗം ബാധിച്ചു. മലപ്പുറത്ത് 2,000-നടുത്താണ് രോഗികൾ. 1,945 പേർക്കാണ് മലപ്പുറത്ത് രോഗം ബാധിച്ചത്. തൃശൂർ 1,868, കോട്ടയം 1,510, തിരുവനന്തപുരം 1,490, കണ്ണൂർ 1,360, ആലപ്പുഴ 1,347, പാലക്കാട് 1,109, കാസർഗോഡ് 861, കൊല്ലം 848, ഇടുക്കി 637, വയനാട് 590, പത്തനംതിട്ട 459 എന്നിങ്ങനെയാണ് ജില്ലകൾ തിരിച്ചുള്ള രോഗബാധിതരുടെ കണക്ക്. 24 മണിക്കൂറിനിടെ 1,12,221 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.45% ഉയർന്നു. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ആർക്കും തന്നെ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 28 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 4,978 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 397 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയവരും 66 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3,880 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 1,18,673 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 11,48,671 പേർ ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 2,89,185 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് 28 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി രൂപം കൊണ്ടിട്ടുണ്ട്. ജില്ലയിലും രോഗികളുടെ എണ്ണം 2,000-ഓടടുത്തു. 1,945 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. രോഗമുക്തരുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരുന്നു. 159 പേരാണ് രോഗമുക്തരായത്. സമ്പർക്കത്തിലൂടെ 1,818 പേർക്ക് രോഗം ബാധിച്ചു. 8 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 633. ജില്ലയിലും രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഓരോ ദിവസവും 100 കണക്കിന് രോഗികളാണ് വർദ്ധിച്ചു വരുന്നത്. 24 മണിക്കൂറിനിടെ 1,945 പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചത്. സമ്പർക്ക രോഗികളാണ് ഏറ്റവും കൂടുതലുള്ളതും. 1,818 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർക്കും തന്നെ രോഗബാധയുണ്ടായിട്ടില്ല. ഉറവിടമറിയാതെ 52 പേർക്കും വിദേശ രാജ്യത്ത് നിന്നെത്തിയ 10 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 65 പേർക്കും രോഗം ബാധിച്ചു. രോഗബാധിതരായി നിലവിൽ 11,069 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. കോവിഡ് പ്രത്യേക ആശുപത്രികളിൽ 317 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 187 പേരും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 163 പേരും ചികിത്സയിലുണ്ട്. ആകെ 26,748 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഓരോ ദിവസവും രോഗമുക്തരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. രോഗമുക്തരുടെ എണ്ണം വർദ്ധിക്കാത്തത് ആശങ്ക പടർത്തുന്നുമുണ്ട്. 159 പേരാണ് പുതുതായി രോഗമുക്തരായത്. ഇതുവരെ 1,25,701 പേർ രോഗമുക്തരായിട്ടുണ്ട്. 8 മരണങ്ങൾ കൂടി കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ജില്ലയിലെ ആകെ മരണസംഖ്യ 633. കോവിഡ് ബാധിച്ച് താനാട് സ്വദേശിനി മരണപ്പെട്ടു. താനാട് പകര സ്വദേശി ഒരിക്കലപ്പറമ്പിൽ ആസിയാണ് മരണപ്പെട്ടത്.
കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന താനാളൂർ പകര സ്വദേശിനി പരേതനായ ഒരിക്കലപ്പറമ്പിൽ അഹമ്മദ് കുട്ടി എന്ന കുഞ്ഞുഹാജിയുടെ ഭാര്യ ആസിയ മരണപ്പെട്ടു. 64 വയസ്സായിരുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാവിലെയാണ് മരണപ്പെട്ടത്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം പകര ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവ് ചെയ്തു. ഷാരിഷ് അഹമ്മദ്, സഹീർ അഹമ്മദ്, സബിന എന്നിവർ മക്കളാണ്. തിരൂർ മേഖലയിൽ കോവിഡ് വ്യാപനം ശക്തമാകുന്നതിനാൽ രാത്രികാല കർഫ്യൂവും പകൽ സമയ പരിശോധനയും കർശനമായി നടപ്പാക്കുമെന്ന് തിരൂർ ഡിവൈഎസ്പി കെ സുരേഷ് ബാബു പറഞ്ഞു. അവശ്യ വസ്തുക്കളുമായും അടിയന്തര ആവശ്യങ്ങൾക്കുമായും മാത്രമേ വാഹന ഗതാഗതം അനുവദിക്കുകയുള്ളൂ. കോവിഡ്-19 വ്യാപനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തിരൂർ നഗരസഭാ സെക്രട്ടറിയുടെ അറിയിപ്പ്. കോവിഡ്-19 രണ്ടാം വരവ് അപകടകരമാം വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തവും സഹകരണവും വിലയേറിയതാണ്. കോവിഡ് മഹാമാരിക്കെതിരെ നമുക്കൊന്നായി പോരാടാം. തിരൂരിലും പരിസര പ്രദേശങ്ങളിലും കോവിഡ് വ്യാപനം കൂടിയ സാഹചര്യത്തിൽ രാത്രികാല കർഫ്യൂവും പകൽ സമയ പരിശോധനയും കർശനമായി നടപ്പാക്കുമെന്ന് തിരൂർ ഡിവൈഎസ്പി കെ സുരേഷ് ബാബു പറഞ്ഞു. കേരളം മൊത്തം കോവിഡ് വ്യാപനം വളരെയധികം കൂടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് തിരൂരിലെ മുനിസിപ്പാലിറ്റിയുടെ പല പ്രദേശങ്ങൾ, തലക്കാട് പഞ്ചായത്ത്, വെട്ടം, പുറത്തൂര് തുടങ്ങിയ പഞ്ചായത്തുകളിലെല്ലാം പോസിറ്റീവ് നിരക്ക് നമുക്ക് 40-ന് മേലെ കടന്നിരിക്കുകയാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണിത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് കർശനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഇന്നലെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലാ കളക്ടർ കുറച്ച് നിർദ്ദേശങ്ങൾ അതിന് പുറമെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇന്ന് വൈകിട്ട് 9 മുതൽ പുലർച്ചെ 5 വരെ 2 ആഴ്ചത്തേക്ക് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറക്കുന്ന എല്ലാവർക്കെതിരെയും കെടോ പ്രകാരമുള്ള നടപടികൾ ഉണ്ടായിരിക്കും. അതിൽ ഭരണകൂടത്തെയോ പോലീസിനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ള പ്രാഥമിക കർത്തവ്യമാണ് എല്ലാവരും മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ സ്പിരിറ്റിൽ എല്ലാവരും ഉൾക്കൊള്ളണമെന്ന് ഞാൻ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. രാത്രി 9 മണി മുതൽ പുലർച്ചെ 5 മണി വരെ കർഫ്യൂ ലംഘിച്ചാൽ ശക്തമായ നിയമ നടപടിയെടുക്കും. ടർഫ്, ജിംനേഷ്യം നിരോധിച്ചു. സിനിമാശാലകൾ, ഷോപ്പിംഗ് മാളുകൾ എന്നിവ വൈകിട്ട് 7:30 അടച്ചുപൂട്ടണം. മാസ്ക് ഇല്ലാതെയും സാമൂഹ്യ അകലം പാലിക്കാതെയും നടക്കുന്നവർക്കെതിരെയും വാഹനങ്ങളിൽ കുത്തിനിറച്ച് സർവീസ് നടത്തുന്നവർക്കെതിരെയും നടപടിയെടുക്കുമെന്നും ഡിവൈഎസ്പി അറിയിച്ചു. പ്രധാനമായി ഈ ഉള്ള നിർദ്ദേശങ്ങൾ ടർഫ്, ജിംനേഷ്യം എന്നിവ 2 ആഴ്ചയ്ക്ക് നിരോധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ട്യൂഷൻ ക്ലാസ്സുകൾ നിരോധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ ഡിസ്റ്റൻസിന് പ്രകാരമുള്ള നിയമ നടപടികൾ ഇന്നു മുതൽ വളരെ കർശനമായി നടപ്പാക്കാൻ പോലീസ് ഉദ്ദേശിക്കുകയാണ്. മാസ്ക് ഇല്ലാത്തതിനും സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ലാത്തതിനും അതുപോലെ തന്നെ ചടങ്ങുകൾ നടത്തുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. 75 പേരിൽ കൂടുതലുള്ള ചടങ്ങുകൾ ഇൻഡോർ സ്റ്റേഡിയം ഹാളുകളിൽ നടത്താൻ പാടില്ല. പുറത്താണെങ്കിൽ 150 പേര്. അപ്പോൾ അങ്ങനെയാണെങ്കിലും ചെറിയ ഹാളുകളിൽ നിർദ്ദേശങ്ങൾ പാലിച്ച് മാത്രമേ, കുറച്ച് ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ അങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ എൻട്രി ചെയ്തിരിക്കണം, അനുവാദം വാങ്ങിച്ചിരിക്കണം. പിന്നെ പറയാനുള്ളത് മാളുകളുടെയും പ്രവർത്തനമാണ്. മാളുകളും സിനിമാ തിയേറ്ററുകളും 7:30 വരെയേ ഉള്ളൂ. 7:30-ന് ശേഷം അതെല്ലാം ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ വീടുകളിൽ സ്റ്റോക്ക് ചെയ്യേണ്ടതാണ്. മറ്റ് കാര്യങ്ങളെല്ലാം 9 മണിക്ക് എല്ലാ കടകളും അടയ്ക്കും. പ്രത്യേകിച്ച് എല്ലാ ഷോപ്പുകളും കടകളും എല്ലാം അടയ്ക്കും. അതിന് ഇത്തിരി നേരത്തെ തന്നെ അടച്ച് 9 മണിക്ക് ശേഷം ഞങ്ങളുടെ കർഫ്യൂ പ്രകാരമുള്ള നടപടികൾ ഉണ്ടാവും. പോലീസ് എല്ലാ സ്ഥലത്ത് ചെക്കിങ് കാര്യങ്ങളെല്ലാം നടത്തും. അവശ്യ വസ്തുക്കളുമായും അടിയന്തര ആവശ്യങ്ങൾക്കുമായി മാത്രമേ വാഹന ഗതാഗതം അനുവദിക്കുകയുള്ളൂ. സമൂഹ നോമ്പുതുറകൾ അനുവദിക്കില്ല. പള്ളികളിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പള്ളി കമ്മിറ്റികൾ പാലിക്കണം. പകൽ സമയത്തും വാഹന പരിശോധന കർശനമാക്കി കോവിഡ് നിയന്ത്രണ നടപടികൾ നടപ്പാക്കുമെന്നും ഡിവൈഎസ്പി സുരേഷ് ബാബു പറഞ്ഞു. ഈ കർഫ്യൂ എന്ന് പറയുന്നത് ജനങ്ങളെ ദ്രോഹിക്കുവാനുള്ളതല്ല. ഇൻ്റർ ഡിസ്ട്രിക്റ്റ് ആയാലും അകലേക്കുള്ള വാഹനങ്ങൾ, പുറമേലേക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്ന വാഹനങ്ങൾ, ചരക്ക് വാഹനങ്ങൾ എന്നിവ നമ്മൾ അനുവദിക്കും. പാല്, പച്ചക്കറി, അവശ്യ വസ്തുക്കളുടെ നീക്കങ്ങളെല്ലാം അനുവദിക്കും. അതല്ലാതെ ഒരു കാര്യവുമില്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിട്ട് രാത്രിയിൽ വാഹനം എടുത്തിട്ട് പോകുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടായിരിക്കും. അതുപോലെ നമുക്കറിയാം, ഇപ്പോൾ നോമ്പുകാലമാണ്. നോമ്പുകാലത്ത് ഉള്ള സമൂഹ നോമ്പുതുറകൾ, അതിനെല്ലാം നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ കർശനമായി ഞങ്ങൾ നിരീക്ഷിക്കുന്നതാണ്. പോലീസിൻ്റെ നിരീക്ഷണം എല്ലായിടത്തും ശക്തമായി നടപ്പാക്കാനാണ് കളക്ടർ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശവും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്.
DSP കെ സുരേഷ് ബാബു, CI TP ഫർഷാദ് എന്നിവരുടെ നേതൃത്വത്തിൽ തിരൂർ ബസ് സ്റ്റാൻഡിലെത്തി ബസ് ജീവനക്കാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, കടകളിലെ ഉടമകൾ, തൊഴിലാളികൾ എന്നിവർക്ക് കോവിഡ് നിയന്ത്രണ നിർദ്ദേശങ്ങൾ നൽകി. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ താനൂരിൽ കർശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയതായി താനൂർ DYSP MY ഷാജി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റംസാൻ കാലഘട്ടമായതിനാൽ പള്ളികളിലെ തിരക്ക് നിയന്ത്രിക്കണമെന്നും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പുറത്തിറങ്ങരുതെന്നും DYSP ആവശ്യപ്പെട്ടു. കോവിഡ് രൂക്ഷമായതോടെ സർക്കാർ നിർദ്ദേശിച്ച തീരുമാനങ്ങൾക്കനുസരിച്ച് താനൂരിലും പരിസര പ്രദേശങ്ങളിലും വാഹന പരിശോധന അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചതായി DYSP MY ഷാജി അറിയിച്ചു. രാത്രികാല കർഫ്യൂവും പകൽ സമയ പരിശോധനയും കർശനമായി നടപ്പാക്കും. രാത്രി 9 മുതൽ പുലർച്ചെ 5 വരെ കർഫ്യൂ ലംഘിച്ചാൽ ശക്തമായ നിയമ നടപടിയെടുക്കും. മാസ്ക് ഇല്ലാതെയും സാമൂഹ്യ അകലം പാലിക്കാതെയും പുറത്തിറങ്ങുന്നവർക്കെതിരെ നടപടിയെടുക്കും. അവശ്യ വസ്തുക്കളുമായും അടിയന്തര ആവശ്യങ്ങൾക്കുമായി മാത്രമേ വാഹന ഗതാഗതം അനുവദിക്കുകയുള്ളൂ. റമദാൻ കാലഘട്ടമായതിനാൽ പള്ളികളിലെ തിരക്ക് നിയന്ത്രിക്കണമെന്നും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പുറത്തിറങ്ങരുതെന്നും DYSP ആവശ്യപ്പെട്ടു. കോവിഡിൻ്റെ രൂക്ഷമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ നിലനിൽക്കുന്നത്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ആ തരത്തിലുള്ള വളരെ കർശനമായ ചില നടപടികൾ പറഞ്ഞിട്ടുണ്ട്. അത് താഴെത്തട്ടിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയൊക്കെ അധ്യക്ഷതയിൽ പല മീറ്റിങ്ങുകളും കൂടി ഒരുപാട് കർശനമായ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിർദ്ദേശങ്ങളൊക്കെ മിക്കവാറും എല്ലാവരുടെയും എത്തിയിട്ടുണ്ടാവും. എന്നാലും ഒന്നുകൂടെ പറയണം, മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഈ റംസാൻ സാഹചര്യം മുൻനിർത്തി പള്ളികളിലാണ് കൂടുതൽ തിരക്ക് കാണുന്നത്. പള്ളികളിലെ തിരക്കുകൾ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊതുവായിട്ടുള്ള ജലത്തിൽ നിന്ന് പൊതു കൊടുക്കാൻ വേണ്ടി ഹൗദിൽ നിന്ന് വെള്ളം എടുത്ത് കൈകാലുകൾക്ക് ശുദ്ധീകരിക്കുന്ന ഏർപ്പാട് നിർത്തണം. ടാപ്പുകളിൽ നിന്ന് വെള്ളം എടുക്കാവൂ. പള്ളികളിൽ സാനിറ്റൈസർ വയ്ക്കണം. ഈ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണം. പിന്നെ ഈ ടർഫുകൾ, ജിംനേഷ്യങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. കർശനമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ടർഫ്, ജിംനേഷ്യം, സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകൾ എന്നിവ പ്രവർത്തിക്കാൻ പാടില്ല. ടർഫുകളും ജിംനേഷ്യങ്ങളും ഒക്കെ ക്ലോസ് ചെയ്തോളണം. ഈ ട്യൂഷൻ സെൻ്ററുകൾ ക്ലാസ്സുകൾ എടുക്കുന്നത് ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമേ പാടുള്ളൂ. ഫിസിക്കലായിട്ടുള്ള ക്ലാസ്സുകൾ പാടില്ല. പിന്നെ ഇഫ്താർ സംഗമങ്ങൾ വളരെ കർശനമായിട്ട് വളരെ ചുരുക്കി മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവാഹ സൽക്കാരങ്ങൾക്ക്, മറ്റ് പൊതുപരിപാടികൾക്ക് ഒക്കെയുള്ള വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 60 വയസ്സ് കഴിഞ്ഞവരാരും പള്ളികളിലും പൊതുസ്ഥലങ്ങളിലൊന്നും പോയി പ്രാർത്ഥിക്കാൻ പാടില്ല. നോമ്പ് തുറക്കുന്നത് വീട്ടിൽ തന്നെ ആയിരിക്കണം. പള്ളിയിൽ പോകുന്നവർ മുസല്ല കൂടെ കൊണ്ടുപോകണം. ഒരാൾ ഉപയോഗിക്കുന്ന മുസല്ല വേറെ ആൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത്. മാസ്ക് കൃത്യമായിട്ട് ധരിക്കണം. അപ്പോൾ ഇന്നും നാളെയും സംസ്ഥാനത്തൊട്ടാകെ ഒരു പരിശോധന നടക്കുന്നുണ്ട്. ആ പരിശോധന നടക്കുന്നുണ്ടെന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞിരിക്കണം. പോലീസിനെയും സെക്ടറൽ മജിസ്ട്രേറ്റിനെയും ഒക്കെ ഇക്കാര്യത്തിൽ വളരെ കർശനമായിട്ട് നടപടിയെടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് പൊതുജനങ്ങളുടെ ആരോഗ്യരക്ഷ മുൻനിർത്തിയാണ് അത്തരം ഒരു കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. എല്ലാവരും അത് അനുസരിക്കണം, സഹകരിക്കണം. പോലീസ്, സെക്ടർ മജിസ്ട്രേറ്റ് എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തുമെന്നും താനൂർ DSP ഷാജി പറഞ്ഞു. കോവിഡ് വ്യാപന പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി താനൂർ നഗരസഭയിൽ മതസംഘടനാ പ്രതിനിധികളുടെ യോഗം ചേർന്നു. ആരാധനാലയങ്ങളിൽ കോവിഡ് മാനദണ്ഡം പാലിക്കാൻ കർശന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച ലഘുലേഖ വിതരണം ചെയ്യാൻ യോഗം തീരുമാനിച്ചു. കോവിഡ് വ്യാപനം ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി താനൂർ നഗരസഭയിൽ മതസംഘടനാ പ്രതിനിധികളുടെയും വ്യാപാര പ്രതിനിധികളുടെയും യോഗം ചേർന്നത്. പ്രായമായവരും കുട്ടികളും പള്ളിയിലെത്തുന്നത് ഒഴിവാക്കാൻ യോഗം തീരുമാനിച്ചു. മാസ്ക്, സാനിറ്റൈസർ എന്നിവ ആരാധനാലയങ്ങളിലും മറ്റും കർശനമായി വെക്കണമെന്ന് നിർദ്ദേശം നൽകി. ആരാധനാലയങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാൻ നിർദ്ദേശിച്ചു. ക്രമസമാധാന ഇഷ്യൂകൾ, പ്രശ്നങ്ങൾ അവരുടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതില്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എങ്ങനെ കൂടിയാലോചിച്ച് നമ്മളോട് സഹകരിച്ച് നല്ല രീതിയിൽ താങ്കളുടെ രോഗത്തെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള നടപടികൾ, പ്രശ്നങ്ങൾ എങ്ങനെ നേരിടുമെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യോഗം വിളിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നതിനനുസരിച്ച് നമുക്ക് നടപടികൾ തീരുമാനമെടുക്കുക. ആരാധനാലയങ്ങളിലും മറ്റും നഗരസഭയുടെ നേതൃത്വത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പ്രദർശിപ്പിക്കുന്ന ബോർഡ് സ്ഥാപിക്കാനും ആവശ്യപ്പെട്ടു. നഗരസഭാ അധ്യക്ഷൻ PP ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. മാസ്ക് ധരിക്കാത്തതിനുള്ള പിഴത്തുക വർദ്ധിപ്പിച്ചു. 200 രൂപയിൽ നിന്നും 500 രൂപയായിട്ടാണ് പിഴത്തുക ഉയർത്തിയത്. സാമൂഹ്യ അകലം പാലിക്കാത്തവർക്കെതിരെയും മാസ്ക് ധരിക്കാത്തവർക്കെതിരെയും കർശന നടപടിയെടുക്കാനാണ് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. DGPയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പോലീസ് കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നത്. സാമൂഹിക അകലം പാലിക്കാത്തവർക്കെതിരെയും മാസ്ക് ധരിക്കാത്തവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കാനാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. നിലവിൽ മാസ്ക് ധരിക്കാത്തവരെ താക്കീത് ചെയ്തു വിടുകയായിരുന്നെങ്കിൽ ഇനി മുതൽ 500 രൂപ പിഴ ഈടാക്കാനാണ് നിർദ്ദേശം. സാമൂഹിക അകലം പാലിക്കാത്തവർക്കെതിരെ കേസെടുക്കാനും നിർദ്ദേശമുണ്ട്. കടകളിൽ സാനിറ്റൈസർ, മാസ്ക് എന്നിവ ഉറപ്പുവരുത്തണം. ഇത് പാലിക്കാത്ത കടകൾക്കും മാളുകൾക്കുമെതിരെയും പോലീസ് കേസെടുക്കും. ഓരോ പോലീസ് സ്റ്റേഷനിലെയും 3-1 സ്ട്രെങ്ത് കോവിഡ്
കോവിഡ് ഡ്യൂട്ടിക്കായി നിയോഗിക്കണമെന്നാണ് DGPയുടെ നിർദ്ദേശം. ഓരോ സ്റ്റേഷനുകളിലും ഇതിനായി പ്രത്യേക സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വാഹന പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. ഏപ്രിൽ 30 വരെ കർശന നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പോലീസിന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. കല്യാണം, വീട് കയറി താമസം തുടങ്ങിയ ചടങ്ങുകൾ അതാത് പോലീസ് സ്റ്റേഷനുകളിൽ അറിയിക്കണം. ചടങ്ങുകളിൽ 75 പേരിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കാനും പാടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്താനും തീരുമാനിച്ചു. അഡീഷണൽ ആയിട്ട് പറയാനുള്ള കാര്യം നമ്മുടെ പ്രതിരോധ ഭാഗമാണ്, പ്രതിരോധത്തിൻ്റെ ഭാഗം. പലപ്പോഴും പ്രതിരോധത്തിൽ പലരും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം നമുക്കറിയാം, നമ്മുടെ സർക്കാർ 45 വയസ്സ് മുതലുള്ളവർ വാക്സിനേഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള സൗകര്യം എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഉണ്ട്. പക്ഷേ ഈ 45 വയസ്സ് കഴിഞ്ഞവർ എത്ര പേര് വാക്സിനേഷൻ എടുത്തുവെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. എത്രയും പെട്ടെന്ന് ഈ 45 വയസ്സ് മുതലുള്ളവർ വാക്സിനേഷൻ എടുത്തിരിക്കണം. വാക്സിനേഷൻ എടുത്താൽ മാത്രമേ അവർ സെക്കൻഡ് ഡോസ് എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുകയുള്ളൂ. മാക്സിമം എല്ലാവരും 2 ഡോസും വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു 80% സെക്യൂറായി. വാക്സിനേഷൻ 2 ഡോസും എടുത്തു എന്ന കാരണത്താൽ നമ്മൾ മാസ്ക്, സാനിറ്റൈസർ അതുപോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ വാക്സിനേഷൻ എടുക്കാത്തവരുണ്ട്. അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. വാക്സിനേഷൻ എടുക്കാത്തവർ നമ്മുടെ സമൂഹത്തിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ വാക്സിനേഷൻ എടുത്തുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് മാസ്കും സാനിറ്റൈസറും ഇല്ലാതെ നടക്കാൻ പറ്റില്ല. വാക്സിനേഷൻ എടുത്താലും താൽക്കാലികമായി മറ്റുള്ളവരും വാക്സിനേഷൻ എടുക്കുന്നത് വരെ നമ്മുടെ പ്രിക്കോഷൻ തുടർന്നുകൊണ്ട് പോകണം. ഇഫ്താർ വിരുന്നുകൾ കഴിയുന്നതും ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം. ടർഫുകൾ, ജിംനേഷ്യങ്ങൾ എന്നിവയ്ക്ക് വിലക്കേർപ്പെടുത്തി. കോവിഡ് 2ാം തരംഗം ആഞ്ഞു വീശുമ്പോൾ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ടർഫുകൾ, ജിംനേഷ്യങ്ങൾ എന്നിവയ്ക്ക് ജില്ലയിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവർത്തന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവാഹനങ്ങളിൽ നിന്നുകൊണ്ടുള്ള യാത്ര അനുവദിക്കില്ല. പ്രായമായവരും 10 വയസ്സിൽ താഴെയുള്ളവരും റിവേഴ്സ് ക്വാറന്റൈനിൽ പാലിക്കണമെന്നും ആൾക്കൂട്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും കളക്ടർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകളും പൊതുപരിപാടികളും കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. കച്ചവട സ്ഥാപനങ്ങളിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, മെഗാ സെയിൽ എന്നിവ അനുവദിക്കില്ല. ജില്ലയിൽ 45 വയസ്സിന് മുകളിലുള്ളവരെല്ലാം വാക്സിനേഷന് വിധേയരാകണം. 60 വയസ്സ് കഴിഞ്ഞവരും രോഗികളും ആരാധനാലയങ്ങളിലേക്ക് എത്താതെ വീടുകളിൽ പ്രാർത്ഥന നടത്തണം. ഇഫ്താർ സംഗമങ്ങൾ പരമാവധി ഒഴിവാക്കണം. വിവാഹം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയടക്കം തുറസായ സ്ഥലങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ 150 പേർക്കും അടച്ചിട്ട സ്ഥലങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ 75 പേർക്കും മാത്രമേ പരമാവധി പങ്കെടുക്കാൻ അനുമതിയുള്ളൂ. ചെറിയ ഹാളുകളിൽ നടക്കുന്ന പരിപാടികളിൽ ഹാളിൽ ഉൾക്കൊള്ളാവുന്നവരിൽ പകുതിയിൽ താഴെ ആളുകളെ മാത്രമേ പ്രവേശിക്കാവൂ എന്നും ഉത്തരവിൽ പറയുന്നു. കോവിഡിന് 2ാം തരംഗം എന്ന് പറയുന്നത് അതിഭീകരമായിട്ട് വരികയാണ്. 1ാം തരംഗത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായിട്ടാണ് 2ാം തരംഗത്തിലേക്ക് വന്നിരിക്കുന്നത്. വളരെ വേഗത്തിലുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുൻപ് കുറച്ച് റിലാക്സ് ചെയ്ത നിയന്ത്രണങ്ങൾ വീണ്ടും കടുപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കേരള ഗവൺമെൻറ് പൊതുവായിട്ടും മലപ്പുറം ജില്ലാ ഭരണകൂടം പ്രത്യേകിച്ചും കുറേ നിയന്ത്രണങ്ങൾ ഇക്കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങളൊക്കെ തന്നെയും കർശനമായിട്ടും പാലിക്കണമെന്ന് എല്ലാ ആളുകളോടും അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. മൈസൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വനിതാ സിവിൽ പോലീസ് ഓഫീസർ മരണപ്പെട്ടു. പരപ്പനങ്ങാടി സ്റ്റേഷനിലെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ രാജാമണിയാണ് മരണപ്പെട്ടത്. ഒരു സ്ത്രീയെ കാണാതായത് സംബന്ധിച്ച് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷണത്തിനായി ബാംഗ്ലൂരിൽ പോയി തിരിച്ചു വരുന്നതിനിടെ മൈസൂരിനടുത്ത് വെച്ചാണ് ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെ പരപ്പനങ്ങാടി പോലീസ് സംഘം സഞ്ചരിച്ച സ്വകാര്യ വാഹനം അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ വനിതാ സിവിൽ പോലീസ് ഓഫീസർ രാജാമണിയെ വിദഗ്ധ ചികിത്സയ്ക്കായി മൈസൂരിലെ ആശുപത്രിയിൽ നിന്നും തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കാണാതായ സ്ത്രീ അടക്കം 4 പേരാണ് അന്വേഷണ സംഘം സഞ്ചരിച്ച ഇന്നോവ കാറിൽ ഉണ്ടായിരുന്നത്. SI സുരേഷ്, സിവിൽ പോലീസ് ഓഫീസർ ഷൈജേഷ്, രാജാമണി എന്നീ പോലീസുകാർ സംഘത്തിലുണ്ടായിരുന്നെങ്കിലും രാജാമണിക്ക് മാത്രമാണ് തലയ്ക്ക് സാരമായി പരിക്കേറ്റത്. വൈകിട്ടോടെയാണ് ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിച്ചത്. നെടുവ പൂവത്താൻ കുന്നിലെ താഴത്തേതിൽ രമേശന്റെ ഭാര്യയാണ്. രാഹുൽ, രോഹിത് എന്നിവർ മക്കളാണ്. നിയന്ത്രണം വിട്ട മിനി ലോറി കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം താനൂർ നടക്കാവിൽ വെച്ചാണ് അപകടം നടന്നത്. നിയന്ത്രണം വിട്ട മിനി ലോറി കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചു. ഡ്രൈവർക്ക് പരിക്കേറ്റു. തിരൂർ ഭാഗത്തു നിന്നും താനൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട മിനി ലോറി എതിരെ വന്ന കണ്ടെയ്നറിന് പുറകിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ മിനി ലോറിയിലെ ഡ്രൈവർക്കാണ് പരിക്കേറ്റത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരാറുകാരൻ വീട് നിർമ്മാണം പൂർത്തിയാക്കാതെ കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. വളാഞ്ചേരി തൊഴാനൂർ സ്വദേശി കരിമ്പനക്കൽ മുസ്തഫ എന്ന ഇപ്പു ഹാജി മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയതായി തിരൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വീട് പണി പൂർത്തിയാക്കാതെ കരാറുകാരൻ കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. വളാഞ്ചേരി തൊഴാനൂർ സ്വദേശി കരിമ്പനക്കൽ മുസ്തഫ എന്ന ഇപ്പു ഹാജിയാണ്
പരാതിയുമായി രംഗത്തെത്തിയത്. ഞാൻ ഇത്ര 10-32 വർഷം ഗൾഫിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു പൈസ കൊണ്ട് ഒരു വീട് വെക്കാൻ തീരുമാനിച്ചാണ്. അതിൽ ഇവനക്കൊരു സെക്ഷൻ മാത്രമാണ് ഇവന് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് 13 ലക്ഷം രൂപ. ബാക്കിയുള്ള പണി തീർന്നാലേ എനിക്ക് അടുത്ത പണി തുടങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. അതിൻ്റെ പേരിലാണ് ഇവൻ നിരന്തരമായിട്ട് നമ്മൾ ഫോണിൽ കൂടി അല്ലാതെയും ഭീഷണിപ്പെടുത്തുക. ഇന്നലെ ഇവൻ വന്നിട്ട് ഞാൻ ഹൃദയരോഗിയും കൂടിയാണ്. ഇന്നെ വന്നിട്ട് ഇവൻ തള്ളിയിട്ട് ഞാൻ താഴെ വീണു. അവൻ്റെ ജോലിക്കാരാണ് എന്നെ പിടിച്ച് നീപ്പിച്ചത്. അപ്പം എനിക്ക് സാഹസം കിട്ടാൻ ഞാൻ ഹോസ്പിറ്റലിൽ പോകാത്ത വൈഫ് മാത്രമേ ഉള്ളൂ വീട്ടിൽ. കാരണം നമുക്ക് 2 മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു, വേറെ ആരും നമ്മൾ വീട്ടിലില്ല. അതുകൊണ്ട് പേരിൽ ഇവന് നിരന്തരം നമുക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിന് മുന്നിൽ ഇവൻ ഫോണിൽ കൂടെ നമ്മൾ ഭീഷണിപ്പെടുത്തേണ്ടത് BJP-ക്കാരാണ്, ഞങ്ങൾ വെട്ടി നിർക്കും എന്നാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷണർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. 13 ലക്ഷം രൂപയ്ക്കാണ് വീട് നിർമ്മാണത്തിനായി കരാർ നൽകിയത്. എന്നാൽ ഇതിൽ 12,76,200 രൂപയും നൽകിക്കഴിഞ്ഞെന്നും ബാക്കി തുക നിർമ്മാണം പൂർത്തിയാവുന്ന സാഹചര്യത്തിൽ താൻ തരാമെന്ന് പറഞ്ഞെങ്കിലും ബാക്കി തുക ആവശ്യപ്പെട്ട് കരാറുകാരൻ നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണെന്നുമാണ് ഇയാളുടെ പരാതി. പണി പൂർത്തീകരിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇനി ആകെ ഞാൻ പറഞ്ഞ 13 ലക്ഷത്തിൽ ഇനി 24,000 ഉറുപ്പ്യ അവന് കൊടുക്കാനുള്ളൂ. ബാക്കിയുള്ള പൈസകളൊക്കെ അവൻ കൈപ്പറ്റിക്കണം. അപ്പോൾ വീണ്ടും അവനിങ്ങനെ ഭീഷണിപ്പെടുത്തുക. കാരണം ഞാനൊരു പാർട്ടിയുടെ ആളാണ്, ലീഗുകാരനാണ് എന്നുള്ള അഭിപ്രായത്തിലാണ് അവന് BJP-നെ കൂട്ടുപിടിച്ച് BJP-ക്കാർ വന്ന് കൊത്തി നിർക്കുമെന്നാണ് അവൻ പറയണത്. വീട്ടിൽ കയറിയിട്ട് അർജുനൻ എന്ന കുട്ടൻ. കരാറുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്നും മുസ്തഫ നയിപ്പു ഹാജി തിരൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരുപ്പഴംകുളങ്ങര അൽ-അമീൻ സാധു സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നിർധരായ കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങൾ മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എല്ലാ പരിപാടികളും അതിൻ്റെ അർഹമായ പ്രതിഫലം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. ഖുർആൻ, മുസല്ല, നമസ്കാരക്കുപ്പായം എന്നിവ ഉൾപ്പെടുത്തിയാണ് റംസാൻ കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. പൊളിക്കൽ ഹംസ അധ്യക്ഷനായിരുന്നു. എറമുട്ടി, മനാഫ് പുന്തല, ഏനി, ബാബു, ഫാറൂഖ്, സക്കീർ, അബ്ദു എന്നിവർ നേതൃത്വം നൽകി. അൽ-അമീൻ സാധു സംരക്ഷണ കമ്മിറ്റി കഴിഞ്ഞ 10 വർഷങ്ങളായി പ്രദേശത്തെ വളരെ പ്രയാസം അനുഭവിക്കുന്ന സഹോദരിമാർക്ക് നമസ്കാരക്കുപ്പായം, മുസല്ല, മുസാഫ് അടക്കിയ കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം അതിൻ്റെ ഭാഗമായി ഒരു ചെറിയ പരിപാടി കമ്മിറ്റി ആസൂത്രണം ചെയ്ത് ആ പ്രവർത്തനത്തിലാണ് നമ്മളുള്ളത്. ഈ സന്ദർഭത്തിൽ അൽ-അമീൻ കമ്മിറ്റിക്ക് പൊതുജനത്തിന് കൊടുക്കാനുള്ള സന്ദേശം, COVID-19 എന്ന മഹാമാരി നമ്മളെ വളരെയേറെ പ്രയാസപ്പെടുത്തിക്കൊണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റും പ്രാദേശിക ഭരണകൂടങ്ങളും എന്ത് നിർദ്ദേശിക്കുന്നുവോ അത് 100% സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പങ്കാളികളാവുക. ഒരു ഇടവേള കൂടി. റമദാൻ മാസത്തിലും രക്തദാനത്തിന്റെ മഹത്വവുമായി റമദാൻ പുണ്യ രക്തദാന ക്യാമ്പയിന് തുടക്കമായി. ബ്ലഡ് ഡൊണേഴ്സ് കേരള മലപ്പുറമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിൽ നടന്ന ക്യാമ്പിൽ 46 പേർ രക്തം നൽകി. ബ്ലഡ് ഡൊണേഴ്സ് കേരള മലപ്പുറത്തിന്റെ റമദാൻ പുണ്യ രക്തദാന ക്യാമ്പിന് തുടക്കം കുറിച്ച് കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലാണ് ആദ്യ രക്തദാന ക്യാമ്പ് നടന്നത്. BDK തിരൂരങ്ങാടി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോമ്പ് തുറക്ക് ശേഷം 7 മണി മുതൽ 11:30 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ നോമ്പെടുത്ത ശരീരത്തിലെ ക്ഷീണമോ മറ്റു കോവിഡ് വ്യാപനത്തിന്റെ ആശങ്കകളോ തളർത്താത്ത മനസ്സുമായി 46 പേർ പങ്കെടുത്തു. 40 പേരുടെ രക്തദാനത്തിലൂടെ 120 പേരുടെ ജീവൻ രക്ഷിക്കാനുള്ള രക്തം ലഭ്യമായി. അൽമാസ് ബ്ലഡ് ബാങ്ക് ഇൻചാർജും BDK തിരൂരങ്ങാടി താലൂക്ക് വൈസ് പ്രസിഡന്റുമായ മൂസക്കുട്ടി, ബ്ലഡ് ബാങ്ക് സ്റ്റാഫ് ഹംസ, ശ്രീലക്ഷ്മി, BDK തിരൂരങ്ങാടി താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. രക്തദാനം മഹാദാനമാക്കി ഓടിയെത്തിയ രക്തദാതാക്കൾക്കും ക്യാമ്പ് ഏകോപിപ്പിച്ചവർക്കും BDK മലപ്പുറം ജില്ലാ കമ്മിറ്റി നന്ദി അറിയിച്ചു. വെട്ടം പഞ്ചായത്തിൽ വയോജനങ്ങൾക്കായുള്ള കട്ടിലുകൾ വിതരണം ചെയ്തു. 4 വാർഡുകളിലെ ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ കട്ടിൽ വിതരണം ചെയ്തത്. വെട്ടം പഞ്ചായത്ത് 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി കട്ടിൽ വിതരണം ആരംഭിച്ചു. 7, 8, 9, 10 വാർഡുകളിലുള്ളവർക്കാണ് ആദ്യഘട്ടത്തിൽ വിതരണം നടത്തുന്നത്. 20 വാർഡുകളിലായി 500ഓളം കട്ടിലുകളാണ് വിതരണം ചെയ്യുന്നത്. പകുതിയിലധികവും നേരത്തെ വിതരണം ചെയ്തതാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് രാവിലെ 10 മണിയോടെ ടോക്കൺ വിളിച്ചാണ് വിതരണം തുടങ്ങിയത്. VIയും പഞ്ചായത്ത് അംഗങ്ങളും നേതൃത്വം നൽകി. നഗരഹൃദയത്തിൽ പൂന്തോട്ടമൊരുക്കി തിരൂരിലെ ഓട്ടോ ഡ്രൈവർമാർ. ബസ് സ്റ്റാൻഡിന് സമീപത്തെ പാർക്കിംഗ് ഏരിയയിലാണ് കുപ്പികളിലും ചട്ടികളിലുമൊക്കെയായി ചെടികൾ നട്ട് വൈവിധ്യവർണ്ണമുള്ള പൂങ്കാവനം ഒരുക്കിയത്. തിരക്കേറിയ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ചെടികളും ചെറുവൃക്ഷങ്ങളും നട്ട് പൂന്തോട്ടം ഒരുക്കിയിരിക്കുകയാണ് തിരൂരിലെ ഒരു കൂട്ടം ഓട്ടോറിക്ഷ ഡ്രൈവർമാർ.
ബസ് സ്റ്റാൻഡിന് സമീപത്തെ പാർക്കിംഗ് ഏരിയയിലാണ് കുപ്പികളിലും ചട്ടികളിലുമൊക്കെയായി ചെടികൾ നട്ട് വൈവിധ്യവർണ്ണമുള്ള പൂങ്കാവനം ഒരുക്കിയത്. വരിയിൽ ഓട്ടത്തിന് കാത്തിരിക്കുന്ന നേരങ്ങളിൽ വെള്ളമൊഴിച്ചും വളമിട്ടും നോക്കി വളർത്തുന്ന ചെടികൾ ബസ് സ്റ്റാൻഡിന് അലങ്കാരമായും ചെറുമരങ്ങൾ തണൽ വിരിച്ചും തുടങ്ങി. ഡ്രൈവർമാർക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഓട്ടം കുറഞ്ഞതോടെ അലക്ഷ്യമായി കാത്തുകെട്ടി കിടക്കുന്നത് ഒഴിവാക്കാൻ ഓട്ടോ ഡ്രൈവർ തുടങ്ങി വെച്ച സൽക്രമമാണിപ്പോൾ പിന്നീട് വന്നവരെല്ലാവരും പിന്തുടരുന്നത്. ഇത് തിരുവനന്തപുരത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ഒരു പരിപാടിയാണ്. അതിൽ അവൻ്റെ പേരെന്ത് ഇഫ്താറില്ല, ഇഫ്താറാണ് ഇതിൻ്റെ മെയിൻ ആള്. അവനാണിത് കൂടുതൽ വെള്ളം വാരലും നനയ്ക്കലൊക്കെ. പിന്നെ സെക്യൂർ, ഇന്ത്യൻ സെക്യൂർ എന്ന് പറഞ്ഞ ഒരു ഓട്ടോ ഡ്രൈവറുണ്ട്. അവരൊക്കെയാണ് ഇത് കൂടുതൽ ഇത് ഇത്രയും ഭംഗിയാക്കി. മരങ്ങളൊക്കെ വെച്ചത് വേറെ ടീമാണ്, യാസർ എന്നൊക്കെ പറയും. എന്തായാലും ഇത് വളരെ നല്ലൊരു പരിപാടി. ഇപ്പം എല്ലാവരും ഇപ്പോൾ എന്താണ് നനയ്ക്കലൊക്കെ തുടങ്ങി. ഇപ്പം എല്ലാവരും ഓരോ വീട്ടിൽ നിന്ന് ഓരോരോ ഐറ്റം ചെടികളൊക്കെ കൊടുക്കുന്നത് ഇപ്പം നടൽ തുടങ്ങിയാണ്. പൂന്തോട്ടമായി മാറ്റിപ്പോൾ. പിന്നെ ഞങ്ങൾ ഓരോരോ ടീം വന്നിട്ട് ഞങ്ങളോട് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നല്ല വെറൈറ്റി ഒക്കെ അവർ ഇവിടുന്ന് കൊണ്ടുപോകും. അങ്ങനെ ഇപ്പോൾ ഓരോരോ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ചെടികളാണ് ഇതൊക്കെ. ഓരോ ലേഡീസുകൾ വരുമ്പോൾ നമ്മോട് ചോദിക്കും, നമ്മൾ അവർക്ക് കൊടുക്കുകയും ചെയ്യും. അവർ പോയി നടും. നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് ഇവിടെ വരുന്നവരൊക്കെ. എന്തായാലും ഒരാൾക്കും ശല്യമില്ലാതെ നഗരഹൃദയം പൂങ്കാവനമാക്കുകയാണ് ഇപ്പോൾ നല്ലവരായ ഈ ഓട്ടോ ഡ്രൈവർമാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 20,000-ഓടടുത്തു. 19,577 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ആദ്യമായാണ് ഇത്രയും അധികം രോഗികൾ ഒരു ദിവസം ഉണ്ടാകുന്നത്. ജില്ലയിലും രോഗികളുടെ എണ്ണം 2,000-ഓടടുത്തു. 1,945 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. രോഗമുക്തരുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരുന്നു. 159 പേരാണ് രോഗമുക്തരായത്. തിരൂർ മേഖലയിൽ കോവിഡ് വ്യാപനം ശക്തമാകുന്നതിനാൽ രാത്രികാല കർഫ്യൂവും പകൽ സമയ പരിശോധനയും കർശനമായി നടപ്പാക്കുമെന്ന് തിരൂർ ഡിവൈഎസ്പി സുരേഷ് ബാബു. രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ താനൂരിൽ കർശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയതായി താനൂർ ഡിവൈഎസ്പി MY ഷാജി. നിയന്ത്രണം വിട്ട മിനി ലോറി കണ്ടെയ്നർ ലോറി ഇടിച്ചു. ഡ്രൈവർക്ക് പരിക്കേറ്റു. മൈസൂരിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ മരണപ്പെട്ടു. നഗരഹൃദയത്തിൽ പൂന്തോട്ടമൊരുക്കി തിരൂരിലെ ഒരു കൂട്ടം ഓട്ടോ ഡ്രൈവർമാർ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.